കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിലെ ബ്ലോഗറായ ചിന്നു പാപ്പുവിനെ വാടക മുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവുമായി ഏറെ നാളായി പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു ചിന്നു. ചിന്നു ഇപ്പോൾ സുഹൃത്തിന് ഒപ്പമായിരുന്നു താമസം. സുഹൃത്ത് രാവിലെ ജോലിക്ക് പോയിരുന്നു. ഇടയ്ക്ക് ചിന്നുവിനെ ഫോൺ വിളിച്ചെങ്കിലും കിട്ടിയില്ല. ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴും എടുക്കാതെ വന്നതോടെയാണ് മറ്റൊരു സുഹൃത്തിനൊപ്പം ഇയാൾ റൂമിലെത്തിയത്. അപ്പോൾ ചിന്നു തൂങ്ങിയ നിലയിലാണ് സുഹൃത്ത് കണ്ടത്. ഇയാൾ നിലവിളിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു. ഇതോടെ പരിസരത്തുള്ളവരും എത്തി ചിന്നുവിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മരണം സംഭവിച്ചിരുന്നു എന്നാണ് വിവരം. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആസാദ് നഗറിലെ ക്വാർട്ടേഴ്സിലാണ് വാടകയ്ക്ക് ചിന്നു താമസിച്ചു വരികയായിരുന്നു. അടുത്ത ഇടെയാണ് സുഹൃത്തും ഒപ്പം താമസിക്കാൻ തുടങ്ങിയത്. ആദൂർ സ്വദേശിയായ 25-കാരി ചിന്നു പാപ്പുവിൻ്റെ യഥാർത്ഥ പേര് രേഷ്മ എന്നാണ്. കാസർഗോഡ് ഭാഷാ ശൈലിയിൽ വീഡിയോകൾ അവതരിപ്പിക്കുന്ന ചിന്നു പാപ്പുവിന് ഇൻസ്റ്റാഗ്രാമിൽ 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്. പാചകം, യാത്ര, പ്രമോഷൻ വീഡിയോകളാണ് ഏറെയും. ചിന്നുവിൻ്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയായിട്ടില്ലെന്ന് വിവരം. 4 വയസ്സുള്ള മകൻ ചിന്നുവിൻ്റെ പിതാവിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്.